പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞു മക്കളെ, ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ച് ഈ 3 ദിവസങ്ങൾ ഏറെ പ്രാധാന്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ തിരുസഭ ഇതിനെ പ്രതിദിന പെസഹ രഹസ്യങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. യേശു തൻ്റെ അന്ത്യ അത്താഴ വേളയിൽ ചെയ്തതും പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ നാം ഇന്ന് ഓർക്കുന്നു. തുടർന്ന് യേശുവിൻ്റെ ദൈവമേ, അങ്ങേ ഏകപുത്രൻ തന്നെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാനിരിക്കെ പരമപരിശുദ്ധ അത്താഴത്തെ നവീനവും സനാതനവുമായ ബലിയും അവിടുത്തെ സ്നേഹവിരുന്നുമായി സഭയെ പരമേൽപ്പിച്ചുവല്ലോ. ഇത്ര മഹത്തായ ഈ രഹസ്യത്തിൽ പങ്കുകൊള്ളാൻ ഞങ്ങൾ സ്നേഹത്തിൻ്റെയും ജീവന്റെയും പൂർണ്ണത പ്രാപിക്കുന്നതിന് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായി ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേൾക്കുന്നു. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹ്റോനോടും അരുളിച്ചെയ്തു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിന്റെ ആദ്യ മാസം
ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുന്നു, ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വെക്കണം. ഒരു വീടിന് ഒരു ആട്ടിൻകുട്ടി വീതം. ഏതെങ്കിലും കുടുംബം ഒരു ആട്ടിൻകുട്ടിയെ മുഴുവൻ ഭക്ഷിക്കാൻ മാത്രം പലതല്ലെങ്കിൽ ആളുകളുടെ എണ്ണം നോക്കി അയൽ കുടുംബത്തെയും പങ്കുചേർക്കട്ടെ. ഭക്ഷിക്കാനുള്ള കഴിവ് പരിഗണിച്ചു വേണം ഒരാടിന് വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കാൻ. കോലാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തുകൊള്ളുക. എന്നാൽ അത് 1 വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടാട് ആയിരിക്കണം. ഈ മാസം 14-ാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം. കാരണം ഇനിമേൽ ഇവർക്ക് സംശയമുണ്ടാകാൻ പാടില്ല. എന്താണ് ദൈവിക ദൗത്യം, രക്ഷാകരമായ ദൗത്യം, അതെപ്രകാരമാണ് വർദ്ധിക്കേണ്ടത് എന്ന് കൃത്യമായി അവരെ പഠിപ്പിക്കാനായിട്ട് അവരെ ഞെട്ടിച്ചുകൊണ്ട് അവിടുന്ന് നേരേക്ക് മാറ്റുന്നു, തൂവാലിക്കുന്നു, അവരുടെ മുന്നിൽ മുട്ടുകൊടുക്കുന്നു, അവരുടെ പാദങ്ങൾ കഴുകുന്നു, പാദം ചുംബിക്കുന്നു. ഇവര് ഞെട്ടലോടിച്ചിട്ട് പത്രോസ് സാധാരണ എല്ലാ കാര്യത്തിലും പറയുന്നത് ഇവരെ പറഞ്ഞു, കർത്താവേ അങ്ങനെ പാദം കഴുകുക. ആ കാലപ്പാടമ്പലമായി മറ്റുള്ളവരുടെ കൂട്ടന്മാരെ. പക്ഷേ പത്രോസ് സാധാരണ പതിവ് പോലെ അമ്പലത്തിൽ നിന്ന് പറഞ്ഞു, കർത്താവ് അങ്ങനെ പാദം കഴുകുകയും അതുപോലെ സാറില്ല ഇപ്പോൾ ഇത് നടന്നിട്ട് പിന്നെ ഇത് മനസ്സിലാക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ സഹോദരരെ, യഥാർത്ഥത്തിൽ ഈ പാദങ്ങൾ കഴിയുകൊണ്ട് അവരൊരിക്കലും മറക്കാത്ത രീതിയിൽ അവരെ ഒരു പാഠം പഠിപ്പിച്ചു. എന്താണ്? മഹത്വം അടങ്ങിയിരിക്കുന്നത് ശുശ്രൂഷയിലാണ്. അധികാരം സേവനത്തിനുള്ളതാണ്. എളിമയോടെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതാണ് രക്ഷാകര ദൗത്യം. ഇത് കൃത്യമായും സ്പഷ്ടമായും തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നടന്നില്ല. അവസാനം ഇതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്നത്. പരസ്പരം പാദങ്ങൾ കഴിവുപോലും നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ എളിമപ്പെടണം, താഴണം. അങ്ങനെ എളിമയോടെ സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് സേവനം, ത്യാഗപൂർണമായ ശുശ്രൂഷ അത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ രക്ഷാകരമായ ദൗത്യത്തിൽ പങ്കുചേരുന്നത് എന്ന് അവരെ സംശയലേശനെ പഠിപ്പിക്കുകയാണ് യേശു ചെയ്യുന്നത്. യേശു പറയുന്നു, രക്ഷ യഥാർത്ഥത്തിൽ എളിമപ്പെടുന്നതിലാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ തല കുലിക്കുന്നതിലാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ പരാജയപ്പെടുന്നതിലാണ്, അവരുടെ മുമ്പിൽ മുട്ടുമടക്കുന്നതാണ്. അവർക്ക് എളിമയോടെ സ്നേഹത്തോടെ ശുശ്രൂഷ ചെയ്യുന്നതിലാണ് മഹത്വം അടങ്ങിയിരിക്കുന്നത്, ശ്രേഷ്ഠത അടങ്ങിയിരിക്കുന്നത്. അവിടെ അവൻ വലുതാവുകയാണ് ചെയ്യുന്നത്. ഇതാണ് യേശു പഠിപ്പിക്കുന്ന പാഠം. ചെറുതാകുന്നതിലാണ് വലുതാകുന്നത്. ഇത് അസംയുക്തമായിട്ട് യേശു പഠിപ്പിക്കുകയാണ്. ദൈവങ്ങളുടെ നമ്മൾ കുഞ്ഞുനാൾ മുതൽ കേൾക്കുന്നതാണ്, ആരാണ് ദൈവം എന്ന ചോദ്യത്തിന് ഉത്തരവുള്ളൂ. ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. ആക്ച്വലി ഒരു അമ്മയുടെ കുഞ്ഞ് വന്നിട്ട് അപ്രതീക്ഷിതമായിട്ട് ചോദ്യം ചോദിച്ചു, അമ്മേ ആരാണ് ദൈവം? ആ ചോദ്യത്തിന് ഉത്തരം അമ്മ പറഞ്ഞാൽ ഒന്നും അവർക്ക് മനസ്സിലാക്കുന്നില്ല. അമ്മ പെട്ടെന്ന് ചെയ്ത ഒരു കാര്യം, ആ മോളെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് 2 കവളിൽ ഉമ്മ കൊടുത്തു. എന്നിട്ട് ആ മകളോട് ചോദിച്ചു, മോളെ ഇപ്പോൾ നിന്റെ ഉള്ളിൽ തോന്നിയ വികാരം എന്താണ്? അതാണ് ദൈവം. അപ്പൊ ആ മകൾ പറഞ്ഞു, അമ്മ എന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഉമ്മ തന്നു. അതെ, ദൈവം സ്നേഹമാണ്. ആ കുഞ്ഞിന് പിന്നെ സംശയമില്ലായിരുന്നില്ല എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, സ്നേഹം അതാണ് യേശു പഠിപ്പിച്ച പാഠം. ഈ സ്നേഹം എന്ന് പറയുന്നത് ത്യാഗം ആണ്. മറ്റുള്ളവർക്ക് വേണ്ടി നാം എടുക്കുന്ന ത്യാഗമാണ്, സഹനമാണ്. മറ്റുള്ളവരുടെ മുന്നിൽ തോറ്റു കൊടുക്കുക,
ഒന്ന് പോട്ടെ എന്ന് പറയുക, സാരമില്ല എന്ന് പറയുക, പരാജയപ്പെട്ടു കൊടുക്കുക. ഇത് വാസ്തവത്തിൽ നിങ്ങളെ വിജയിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ തിരിച്ച് വന്നാൽ നമ്മൾ പരസ്പരം കലഹിക്കും, പരസ്പരം യുദ്ധം ചെയ്യും, പരസ്പരം നമ്മുടെ ബന്ധങ്ങൾ അറ്റുപോകും. മറിച്ച് നമ്മൾ ഒന്ന് കുരിഞ്ഞു കൊടുത്താൽ, ഒന്ന് എളിമപ്പെട്ടാൽ, ഒന്ന് പോട്ടെ എന്ന് കണ്ണടച്ചാൽ വിഷയത്തിൽ അവിടെ സ്നേഹം നിലനിൽക്കും. ഇതാണ് യേശു പറയുന്നത്. വളരെ സിമ്പിളായിട്ടാണ് യേശു ഈ ഒരു കർമ്മം അവരുടെ മുമ്പിൽ അവിടെ അമ്പരപ്പിച്ചുകൊണ്ട് ഞെട്ടിച്ചുകൊണ്ട് ചെയ്തു. ഈ അടുത്ത കാലത്ത് ഒരു ഹൈന്ദവ സാഹിത്യകാരൻ അയാൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഈ ലോകത്തിലേക്ക് വച്ച് കണ്ട ഏറ്റവും വലിയ ഗുരു, അവിടെ എല്ലാവരും ഗുരു എന്നാണ് മനസ്സിലാക്കുന്നത്, ഞാൻ ഈ ലോകത്തിലേക്ക് വച്ച് കണ്ട ഏറ്റവും വലിയ ഗുരു ക്രിസ്തുവാണ്. അതിന് കാരണം അദ്ദേഹം പറഞ്ഞത്, സാധാരണയായിട്ട് ഗുരുക്കന്മാരുടെ പാദങ്ങൾ ശിഷ്യന്മാർ കഴുകുക സ്വാഭാവികമാണ്. അത് പണ്ട് മുതൽ നടപ്പാണ്, സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതായത് ശിഷ്യന്മാർ ഗുരുക്കന്മാരെ വന്ദിക്കും, ഗുരുക്കന്മാരുടെ പാദങ്ങളിലും, അത് സാധാരണ നടക്കുന്ന സംഭവമാണ്. പക്ഷേ ഞാൻ കണ്ട ഒരേ ഒരു ഗുരു, അത് ക്രിസ്തുവാണ്. അവൻ ഗുരുവും കർത്താവും നാഥനും രക്ഷകനുമായിരുന്നിട്ടും ദൈവത്തിന്റെ പുത്രനായിരുന്നിട്ടും അവന്റെ മഹിമ വെടിഞ്ഞ് ശിഷ്യരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചു. അതുകൊണ്ട് അവനാണ് ഏറ്റവും ശ്രേഷ്ഠനായ ഗുരു എന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയാണ്. പ്രിയമുള്ളവരെ, വളരെ അർത്ഥഗംഭീരമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് നമ്മൾ പാദം കഴുകുന്ന ശുശ്രൂഷയിലൂടെ ചെയ്യുന്നത്. ഇതൊരു നാടകീയമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രതീകമാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം, അതിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം, അത് ഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണ് ഏറ്റവും പ്രധാനം. ദൈവം യേശുവിന് ഒരു ദൗത്യം നൽകി. എന്താണ് ദൗത്യം? ലോകത്തെ വീണ്ടെടുക്കുക, ലോകത്തെ രക്ഷിക്കുക. ഈ ലോകരക്ഷ സാധ്യമാക്കുവാനായിട്ട് അവൻ യഥാർത്ഥത്തിൽ തന്റെ സമയം സമാഗതമായി എന്നറിഞ്ഞ് അവൻ ശിഷ്യന്മാരെ ഒരുമിച്ച് വെച്ച് കൂട്ടി. എന്നിട്ട് അവസാനമായിട്ട് അവിടെയും ആ സ്നേഹം നിൽക്കുന്നില്ല. എന്തായാലും ഞാൻ പോവുകയാണ്. ആ പോകുന്ന പോക്കിൽ യേശു മറ്റൊരു കാര്യങ്ങൾ ചെയ്തു. ഇതാ അവൻ അപ്പവും വീഞ്ഞും പകുത്ത് അവർക്ക് നൽകി. ഇതാ എൻ്റെ ശരീരം, ഇതാണ് എൻ്റെ രക്തം എന്ന് പറഞ്ഞ് പകർത്തു കൊടുത്തുകൊണ്ട് അവൻ ബലി സ്ഥാപിച്ചു, ദിവ്യകാരുണ്യം സ്ഥാപിച്ചു. അങ്ങനെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന ഉറപ്പും കൂടെ അവർക്ക് അവസാനമായിട്ട് നൽകുകയാണ്. ഈ പരിപാടി കഴിഞ്ഞിട്ട് അതിനെ കൂടെ ചെയ്തു. അതായത് അവൻ അപ്പം എടുത്ത് വാട്ടി മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാകുന്നു. അതുപോലെ പാനപാത്രം എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് എൻ്റെ രക്തമാകുന്നു, വാങ്ങി ഭക്ഷിക്കുകയും വാങ്ങി കുടിക്കുകയും. അതായത് സ്വന്തം ശരീരം ഭക്ഷണം പാനീയങ്ങളായി പകുത്തു നൽകിക്കൊണ്ട് അവൻ സ്നേഹം പ്രകടമാക്കും. സ്വയം ദാനമായിട്ട് നൽകിക്കൊണ്ട് അവൻ സ്നേഹം പ്രകടിപ്പിക്കും. ഇതാണ് ദിവ്യകാരുണ്യ സ്ഥാപനം. നമ്മൾ ഇന്ന് ഈ പരിശുദ്ധ കുർബാന കഴിഞ്ഞുടനെ നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പോകുന്നതും അതുകൊണ്ടാണ്. കാരണം യേശു സ്ഥാപിച്ച ആ ദിവ്യകാരുണ്യ സ്ഥാപനത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് അവനോട് കൂടെ ആയിരുന്നുകൊണ്ട് നമ്മൾ ധ്യാനിക്കുന്ന നിമിഷങ്ങളാണ് നമുക്ക്. ഇനി ആ കർമ്മം തുടർന്നുകൊണ്ട് പോകാനായിട്ടാണ് പൗരോഹിത്യം സ്ഥാപിച്ചത്. ഈ പൗരോഹിത്യ സ്ഥാപനത്തിലൂടെ എന്നും ഈ ബലിയർപ്പണം, അതായത് നിങ്ങൾ ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞ ആ ബലിയർപ്പണം നിരന്തരം തുടർന്നു കൊണ്ടുപോകാനായിട്ട് പൗരോഹിത്യം സ്ഥാപിച്ചു. അതേപോലെ ഇന്ന് പുരോഹിതർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസം കൂടിയാണ്. കാരണം ആ ദിവ്യകാരുണ്യം യഥാർത്ഥത്തിൽ മനുഷ്യരുടെ മുമ്പിൽ നിന്ന് അവതരിപ്പിക്കുന്നത് പുരോഹിതരിലൂടെയാണ്. ഇതെല്ലാം യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രകടനങ്ങളായിരുന്നു. ശിഷ്യന്മാർ ഒരിക്കലും മറക്കാതെ അവരുടെ ജീവിതത്തിലുടനീളം അത് പിന്നെ പ്രാവർത്തികമാക്കി എന്നുള്ളത് നമ്മൾ പിന്നെ കാണുന്നു.
മഹത്വം എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാണ്. നമ്മൾ എളിമയോടെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷകളാണ് നമ്മെ മഹത്വമുള്ളതാക്കി തീർക്കുന്നത്, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് കാരണമായി തീരുന്നത്. ഇതാണ് വാസ്തവത്തിൽ യേശു ഈ പാദം കഴുകൽ ശുശ്രൂഷയിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം. നമ്മൾ സുന്ദരമായിട്ട് പാടാറുണ്ട്. അതായത് ഈ സെക്കൻഡ് കോരിന്ത്യർ രണ്ടാമത്തെ ലേഖനത്തിൽ പൗലോസ് കൃത്യമായിട്ട് പറഞ്ഞു സ്നേഹം എന്താണ് എന്ന് വ്യക്തമായിട്ട് അവിടെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. യേശുദാസാർ സുന്ദരമായിട്ട് പാടിയിട്ടുണ്ട്. ഞാൻ വിശ്വാസങ്ങളോട് അല്പ പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ എങ്കിലും ഞാൻ നാട്ടുകയൊക്കെ പാടാം. അപ്പൊ അവിടെ യഥാർത്ഥം ഇങ്ങനെയാണ് അത് പാടുന്നത്. സ്നേഹം സകലതും സഹിക്കുന്നു, സ്നേഹം സകലതും ക്ഷമിക്കുന്നു, എല്ലാറ്റിനെയും വിശ്വസിച്ചിടുന്നു, സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു. വളരെ സുന്ദരമായിട്ട് സ്വരത്തിൽ പാടിയിട്ടുണ്ട്. അതായത് സ്നേഹം എന്നത് സഹനമാണ്. എന്റെ പ്രിയ സഹനമില്ലെങ്കിൽ സ്നേഹം. നമ്മൾ സ്നേഹിക്കുന്നു അതിന്റെ കാര്യമില്ല. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നാം എന്തുമാത്രം ത്യാഗത്തോടെ സഹനങ്ങൾ ഏറ്റെടുക്കുന്നു, അതാണ് സ്നേഹം. ഞാൻ എടുക്കുന്ന സഹനം, അതാണ് സ്നേഹം. സഹനമില്ലാതെ, ത്യാഗമില്ലാതെ സ്നേഹമില്ല. എന്നിട്ട് ക്ഷമിക്കുന്നതാണ് സ്നേഹം. നമ്മുടെയൊക്കെ ജീവിതത്തില് പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളെ വിച്ഛേദിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മളോട് തെറ്റ് ചെയ്യുന്ന ആൾക്കാരോട് നമുക്ക് ക്ഷമിക്കാനായിട്ടാവുന്നത്. ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്നേഹം നിലനിൽക്കില്ല. ഇല്ലേ? ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്നേഹം നിലനിൽക്കില്ല. അതുകൊണ്ട് ക്ഷമിക്കുന്നതാണ് സ്നേഹം. സ്നേഹം എല്ലാത്തിനെയും വിശ്വസിക്കുന്നു. അതായത് കൂടെ നിൽക്കുന്ന ആൾക്കാരെ വിശ്വസിക്കുന്നതാണ് സ്നേഹം. അവന്റെ കുറവുകൾ കുറ്റങ്ങളോടും കൂടെ അവനെ ചേർത്ത് വെച്ച് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാറ്റിനെയും ഈ സ്നേഹം അതിജീവിക്കും. ഒരു ഗുരുവിന്റെ അടുത്ത് ശിഷ്യനോട് ചോദിച്ചു, ഈ ലോകത്തെ ഏറ്റവും ശക്തമായ കാര്യം എന്താണ്? ഗുരു പറഞ്ഞു, ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ശക്തമായ ഒരേ ഒരു കാര്യമുള്ളൂ, അത് സ്നേഹമാണ്. അതിന് കാരണം അദ്ദേഹം പറഞ്ഞത് സ്നേഹം മരണത്തെയും അതിജീവിക്കുന്നു. മരണം സ്നേഹിക്കുന്നവരുടെ അവസാനമാണ്. മരണത്തെയും സ്നേഹം അതിജീവിച്ച് ജീവിക്കും. അതാണ് യേശു. അവൻ പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് പിന്നെയും ഉത്ഥാനം ചെയ്തെന്നും നമ്മുടെ മധ്യേ ജീവിക്കുന്നു എന്ന് പറയുന്നതിന് കാരണമാണ് സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു. എൻ്റെ സഹോദരരെ, ഞാൻ ദീർഘിപ്പിക്കുന്നത് അതെ, ദൈവം സ്നേഹമാണ്. ആ സ്നേഹം ദൈവം വെളിപ്പെടുത്തുന്നതാണ് ഈ 3 ദിവസങ്ങളിലുടനീളം നമ്മൾ ധ്യാനിക്കുന്നത്. ഇന്ന് അന്ത്യ അത്താഴവേളയിൽ സ്നേഹം എന്താണെന്ന് ശിഷ്യരെ പാദം കഴുകിക്കൊണ്ട് പഠിപ്പിച്ചു. ദിവ്യകാര്യം സ്ഥാപിച്ചു. നിങ്ങളോടൊപ്പം ഞാൻ ഇന്നും ഉണ്ടാകും എന്ന് ഉറപ്പു നൽകി. അത് പൗരോഹിത്യത്തിലൂടെ തുറന്നു നോക്കി. നാളെ ഇന്ന് നടക്കുന്നതിൻ്റെ പിന്നാമ്പുറങ്ങളാണ് ധ്യാനിക്കുന്നത്. നാളെ നമ്മുടെ നാട്ടിൽ ഇന്ന് അപ്പവും മീനും ശിഷ്യന്മാർക്ക് ബോധപ്പെടുത്തുന്നത് ഇതാണ് എൻ്റെ ശരീരം, ഇതാണ് രക്തമെന്ന് പറയും. നാളെ കൃത്യമായിട്ടും ഈ ശരീരവും രക്തവും സ്വയം ദാനം ചെയ്യുന്ന ദിവസമാണ്. അവൻ കുരിശ് ഏറ്റെടുത്ത് കുരിശ് മരണം ഏറ്റെടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ലോകത്തിന് രക്ഷ പ്രദാനം ചെയ്ത ദിവസമാണ് നമ്മൾ നാളെ ഓർക്കുന്നത്. അതായത് യേശു പഠിപ്പിക്കുന്നത് സ്നേഹം സഹനമാണ്, സ്നേഹം കൊടുക്കുന്നതാണ്, നൽകുന്നതാണ്, സ്വയം ശൂന്യവൽക്കരിക്കുന്നതാണ്, സ്വയം ഇല്ലാതായി മറ്റുള്ളവർക്ക് രക്ഷയായി മാറുന്നതാണ്. അങ്ങനെ സ്വയം ഇല്ലാതായിക്കൊണ്ട് അവൻ സ്വയം മരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ലോകത്തിന് രക്ഷ പ്രദാനം ചെയ്യുകയായിരുന്നു. അതിന് മുന്നോടിയായിട്ടാണ് അവൻ ശിഷ്യന്മാരുടെ സ്നേഹം ഒന്നുകൂടി ആവർത്തിച്ച് ഉറപ്പിച്ച് സ്ഥിരീകരിക്കുന്നത്.
ഞാൻ നിങ്ങളോടുകൂടി എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, പരസ്പരം പാദങ്ങൾ കഴുകുക. ഇതിൻ്റെ നാടകീയമായിട്ടുള്ള രംഗം അവസാനിക്കുന്നത് തന്നെയാണ്. ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുമോ? ഇതാണ് അവസാനം ചോദിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞില്ലേ? ഇതെല്ലാം പരിപാടി കഴിഞ്ഞിട്ട് യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യമിതാണ്, നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അതൊക്കെ ശരിയാണ്. ഞാൻ ഗുരുവും കർത്താവും തന്നെയാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. എൻ്റെ സഹോദരരെ, ഇത് നിങ്ങൾ കേട്ടിരുന്നു. വാസ്തവത്തിൽ കേട്ടിട്ട് നമ്മൾ പോകും. വാസ്തവത്തിൽ ഇത് ജീവിക്കണം എങ്കിലേ വാസ്തവത്തിൽ യേശുവിൻ്റെ ആ പാദശാലനം നമ്മുടെ ജീവിതത്തിൽ അർത്ഥപൂർണ്ണമാണ്. എന്താണ് സ്നേഹം എന്നത്? ത്യാഗമാണ്, സഹനമാണ്, വിട്ടുകൊടുക്കുന്നതാണ്, പരാജയപ്പെടുന്നതാണ്, മറ്റൊരാളും കുനിയുന്നതാണ്, പോട്ടെ എന്ന് പറയുന്നതാണ്, ത്യാഗത്തോടെ സ്വയം പകുത്തു നൽകുന്നതാണ്. ഇതാണ് യേശു പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ പാഠം. ആ പാഠം നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിലും നമ്മുടെ പരസ്പര ബന്ധങ്ങളിലും അരക്കെട്ട് ഉറപ്പിച്ചുകൊണ്ട് ഈ മാതൃക, യേശു കാണിച്ചു തന്ന മാതൃക ഉൾക്കൊണ്ട് നമുക്കും പരസ്പര സ്നേഹത്തിൽ ജീവിച്ച് പരസ്പരം രക്ഷകരായി മാറാൻ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുക. ശുശ്രൂഷിക്കുന്നതിനേക്കാൾ ശുശ്രൂഷിക്കപ്പെടുവാൻ വെമ്പൽ കൊള്ളുന്ന ആധുനിക മനുഷ്യന് ഒരു വലിയ
ആത്മവിശ്വാസത്തോടെ ചോദിക്കാൻ അവർ തുനിയാവുന്നതുപോലും അങ്ങേ പുത്രന്റെ കൃപാസനത്തിന്റെ യോഗ്യതകളാൽ അവർ സമ്പാദിക്കുമാറാകട്ടെ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നതാണ് ഈ പ്രാർത്ഥന.
ഈ ബലിയുടെ ഓർമ്മ ആഘോഷിക്കുമ്പോഴെല്ലാം ഞങ്ങളുടെ പരിത്രാണ കർമ്മമാണല്ലോ നിർവർത്തിക്കപ്പെടുന്നത്. അതിനാൽ ഈ ദിവ്യരഹസ്യങ്ങളിൽ യഥായോഗ്യം പങ്കെടുക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേൾക്കപ്പെടുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എന്നും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യസത്യപുരോഹിതനായ അവിടുന്ന് സനാതന ബലിയുടെ മാതൃക സ്ഥാപിച്ചുകൊണ്ട് ആദ്യമായി തന്നെ അങ്ങേക്ക് രക്ഷാകര ബലിയായി അർപ്പിക്കുകയും അവിടുത്തെ ഓർമ്മയ്ക്കായി അർപ്പിക്കാൻ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾക്കായി അർപ്പിക്കപ്പെട്ട അവിടുത്തെ ശരീരം ഭക്ഷിക്കുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കുകയും ഞങ്ങൾക്കായി ചിന്തപ്പെട്ട രക്തം പാനം ചെയ്യുമ്പോൾ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യങ്ങളുടെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങൾ സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി
പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിൽ അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ചു കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലിയിൽ കൃത്യം പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീരത്തിനാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങനെ കൃത്യമായി കാണിക്കുകയായി വിധിയിരിക്കുന്നത്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് പ്രകാശം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയാക്കണം. വിശേഷ മാതാവായ അനുഗ്രഹിത അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഈടവകളിൽ സന്യസ്തനായ ഇഗ്നേഷ്യസിനോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഈ നിരന്തര മധ്യസ്ഥ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. സർവലോകത്തിന്റെയും ശാന്തി രക്ഷയെ പ്രഘോഷിക്കുവാൻ ഇടയാണെന്ന് അറിയിച്ചു. അങ്ങേ ദാസന് ഞങ്ങളിലോ പാപ്പയോടും ഞങ്ങളുടെ ക്രിസ്തുദാസനും മെത്രാൻപതിയോടും വൈദികരോടും അങ്ങ് നേടിയെടുത്ത സഹോദരങ്ങളോടും ഈ ഭൂമിയിൽ താഴ്ന്ന ചെയ്യുന്ന സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയില്ല. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് ഈ കുടുംബത്തിലെ ദയാപൂർവം കേട്ടുവരുന്നു. കാരുണ്യവാനായ എല്ലാവരുടെ ചിത്രങ്ങളെല്ലാം അങ്ങനെ ദയാപൂർവം ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയടഞ്ഞ സഹോദരങ്ങളെ അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തെ ദയാപൂർവം പ്രവേശിക്കുന്നു. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായ സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണ് സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ മേൽ വർഷിക്കുന്നത്. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ
സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം മൃഗൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവൻ അനുഗ്രഹീതൻ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി,
We